ഇവിടെ ചെളി കിടന്നിട്ട് അവന് ഒരു കുഴപ്പമുണ്ടായില്ല. അവിടത്തോളം മണ്ണിട്ട് പൊക്കണോട്ടാ. വെള്ളം കെട്ടിക്കാൻ പാടില്ല. ആരും കാലിൽ ചെളിയാകരുത്. കല്യാണം അയ്യപ്പ ഒന്ന് വേഗട്ടാ. വെള്ളക്കളറാണ് ഒറ്റക്കോട്ട് പണിയിരുന്നെ. ഞാൻ പറഞ്ഞ കളർ തന്നെ മതിട്ടാ. നീ ഉണങ്ങി കഴിയുമ്പോ കളർ മാറൂ. അവർക്ക് ഇഷ്ടപ്പെട്ട കളറാടാ. ആർക്ക്? അവൻ കേട്ടാമണ പെണ്ണിന്, അല്ലാണ്ട് ആർക്കാണ്? ഒന്ന് പോ. അവൾക്ക് ഇഷ്ടം സ്ക്രൈബ് പോവാ. ഇവനിത് ഏത് ലോകത്താണ്? അത് കട്ടി പിടിപ്പോയി ഇത്തിരി വെള്ളം എടുത്തിട്ട് വരാം. നിങ്ങിങ്ങനെ പങ്കായം ചാരി വെച്ചേക്കണവരെ നിൽക്കാണ്ട് അവരും സഹായിക്കും മനുഷ്യ. നീ കൊരക്കാണ്ട് ഇവർക്ക് ചായ കൊടുക്കാൻ നോക്ക്. ചേച്ചി കരുവോട്ടോ. നീ ആ പെയിന്റ് അടിച്ചേ. ആദ്യ രാത്രി ബെഡ്റൂമിന് റോസ് കളറാണ് നല്ലത് അല്ലടാ. പിന്നെ അല്ലാണ്ട് ആ തോളയൊക്കെ പൊട്ടിട്ട് അടക്കണോട്ടാ. ബ്രോയിന്റെ മുറിയല്ലേ അപ്പൊ തോളയൊക്കെ ഉണ്ടാവും. ഒരു മിനിറ്റ് കാര്യം പറയണ്ടെന്ന്. അതെ, എനിക്ക് കുറച്ച് കാശ് അഡ്വാൻസ് ആയിട്ട് വരും. ഒരു ചെറിയ അത്യാവശ്യമുണ്ട്. ഇങ്ങടെ മാറിയേ. അഡ്വാൻസാ? ഇന്നൊന്ന് പണി തുടങ്ങിയുള്ളൂ, അപ്പോഴേക്കും അഡ്വാൻസാ? അയ്യപ്പ, പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് അഡ്വാൻസ് എന്ന് പറയണത്. അതൊന്നും അറിയാൻ പാടില്ലേ. മൂത്താശ്ശേരിയോട് കിട്ടേ. അതെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വൈകുന്നേരം ഇച്ചിരി നേരത്തെ പോകും. നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട്. ഫുൾ എടുക്കാന്ന്. എന്റെ വക ബാബുനെ വെറുതെ എന്റെ പ്രശ്നമുണ്ടല്ലോ. നമ്മക്കിട്ട് തന്നെ ചോദിച്ചോട്ടാ. ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാം. അതെ, വൈകിട്ട് ഞങ്ങൾ നിന്റെ ചീനവിലേക്ക് കയറും. ഒരു ചെറിയ പരിപാടി ഉണ്ട്. കല്യാണമൊക്കെ നമുക്ക് പൊളിക്കണ്ടേ? കല്യാണം അത് പെയിന്റിങ് കാരണം മുടങ്ങൂ. കൊഴുവേ എന്റെ ആദ്യം പറഞ്ഞാണ് കൂട്ടുകാരെ പണിക്ക് വെക്കണ്ടെന്ന്. ചേച്ചി, ബാബുവിന്റെ കല്യാണക്കാരെന്താ വല്ല നടക്കൂ? എന്ത് പറയാനാണ്, അതും മുടങ്ങി. വെള്ളമില്ലാത്ത നശിച്ച നാട്ടിലേക്ക് അവർക്ക് പെണ്ണിനെ തരാൻ പറ്റൂലെന്ന്. എന്റെ ചേച്ചി, നിങ്ങൾ കിട്ടണ വിലക്ക് ഈ സ്ഥലം പറ്റും വല്ലാത്തോട്ടും പോവാന്ന്. ഇടവേ, നീ ഇങ്ങാടി പറയാൻ പറ്റില്ലേട്ടാ. ഇതിപ്പോ അവരുടെ സ്ഥാനത്ത് നുമ്മയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ. വെള്ളമില്ലാത്ത ഈ കരയിലേക്ക് ആരെങ്കിലും പെമ്പിള്ളേരെ കെട്ടിച്ചയക്കോ? പിന്നെ അല്ല, സത്യമല്ലേ ഞാൻ പറഞ്ഞ. പിടിക്കേ, ഇതും പിടിക്കേ. പിന്നെ എന്ത് ചെയ്യാനാണ്? പിന്നൊരു വഴിയുണ്ട്. വല്ല പ്രേമവും തലക്ക് പിടിച്ച് ചാടാൻ പറ്റിയ വല്ല പെമ്പിള്ളേരുണ്ടോന്ന് നോക്കാൻ പറ ബാബു മോനോട്. പ്രേമത്തിന് കണ്ണുമില്ല മൂക്കില്ല, അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇല്ലേടാ? അതേ പഞ്ചസാര അല്ലേ? എന്ത് പറഞ്ഞാലും അയ്യപ്പൻ ആ കാര്യത്തിൽ മിടുക്കനാണ്. നല്ല കിളി പോലത്തെ പെണ്ണിനല്ലേ അടിക്കൊണ്ട് വന്നത്. ഇല്ലേടാ? നന്നായിട്ട് അങ്ങോട്ട് പേരിപ്പിക്കടാ. ഞായറാഴ്ച പെണ്ണ് കാണാൻ പോയുള്ളതാണ്. ഞാൻ എന്താണ് കാണിക്കുന്നത്? കൊച്ചിന്റെ അടുത്ത് മാറിയെന്ന് വലിക്കും മനുഷ്യ. വെറുതെ അല്ല കക്കൂസിന്ന് പോലത്തെ ഒരു മണം. അമ്മേ, അപ്പൊ അച്ചവരട്ടാ മോനെന്ന് ഉത്സവത്തിനടിച്ചാ വരെയുള്ള ഷത്തല്ലേ? പല കിലോ ആണെങ്കിലും പറയരുതാ. അതമ്മ നല്ല കഞ്ഞി മുക്കി തേച്ച് നല്ല മടക്കി തരാം. മുട്ട കഴിക്കട്ടാ. മുട്ട എടുത്ത് തിന്നേ. മതിയാണോ ഒരുങ്ങിയത്? നീയൊക്കെ വല്ല ബ്യൂട്ടീഷ്യൻ പണിക്കും പോടാ. प्यारा देशवासियों, हमारा काम मर गई. ओके, फिनिश, शुरू. ഞാനാ ലേറ്റ് ആയിട്ട് വന്നാലേ നേരത്തെ പോവും. ഷൂസിലൊക്കെ ആകെ ചെളിയായില്ല. അവളൊറ്റക്കാണ്. അതാണല്ലേ അമ്മോ. വന്നേ പോണ്ടേ? പോവാ. കണ്ടാല് ഫ്ലാറ്റിന്റെ ഓണറിന് പോരാന്ന് നോക്കി പോകുമ്പോ ഇത്തിരി കാല് വെള്ളം വെച്ചിടാ. വെള്ളം
ജീൻസ് കളിക്കല്ലേ അവൾ ഓടിച്ചോട്ടാ. പൊക്കടോ. എടോ താൻ പുള്ളിയോട് ഒന്നുകൂടെ ഒന്ന് സംസാരിച്ചു നോക്ക്. പിന്നെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ കൊടുത്ത പണി. ഹലോ ഹലോ അതൊക്കെ നമുക്ക് ശ്യാമല്ലേ? ആ ഞാൻ ഗോട്ടിയാണ് പണ്ടാരത്തുരുത്തിന്ന്. വന്നിട്ടുണ്ടായില്ലേ എന്ന്? ആ മനസ്സിലായി, പറയൂ കോട്ടി. ആ മറ്റേ ചാനലിലെ പരിപാടി ഇപ്പോൾ ടെലികാസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയാണ്. അത് പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം, ഒരു ചെറിയ പ്രശ്നം. അല്ലാതെ എപ്പോഴാന്ന് ഞാൻ പറഞ്ഞാൽ മതി. എടോ ആ ചിത്രേ ഒരു മട്ടം വെള്ളം തരാവോ? ആ തരാല്ല, നാളെ തരാട്ടോ. അതിനെന്താൻ ഡാ മോനെ, എന്താണ് ഇങ്ങോട്ടൊന്ന് വന്നണ്ടേ. ആ വന്നി ആ ദേ ആ അടപ്പിന്റെ അടിയിലിരിക്കുന്ന കുടത്തിലെ വെള്ളം എടുത്തിട്ടേ ചിത്ര ചേച്ചിക്ക് കൊടുത്തേ. അമ്മേ ദേ അച്ഛൻ വന്നു. ആ നിലവിളി നാട് മൊത്തം കേക്കാല്ല. നിനക്ക് അഭിനന്ദനം. മോനെ പാച്ചു, ആ തലകുത്തി വീഴുമ്പോ പിടിച്ച് അകത്ത് കയറ്റടാ. ഇത്തിരി വെള്ളം എടുത്തടാ. ഏ വന്നി കൊണ്ടേ കൊടുക്കടാ, വലിച്ചു കയറ്റട്ടെ. ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് ചോന്നുണ്ടോന്നുള്ളല്ലേ. ഇത്തിരി വെള്ളം കൊണ്ട് തന്നടാ. അതെ ഇവിടെ കള്ളു കുടിക്കാൻ വെള്ളമില്ല, വേണേ പോയി ചോന്നുണ്ടോ. ആ നാളെ വൈകുന്നേരം പണിക്കാശ് കിട്ടുള്ളൂ, മറ്റന്നാ കൊടുക്കാന്ന് പറഞ്ഞു. എടാ പാട്ട് നിർത്തിട്ട് പോയി കിടന്ന് ഉറങ്ങിയടാ. അവൻ്റെ ഒരു പ്രേമം. ചേട്ടാ മൂന്ന് എടുത്ത മിനി ഇട്ടാ മിനി മിനി. ഇതിനൊക്കെ എന്തിനും ഉക്കല്ലേ കണ്ടോണ്ടി കളയോ. തള്ളിക്കടാ. പിടിച്ചേ ഒരു 10 കൂടെ വരും കേട്ടോ. കല്യാണം കഴിഞ്ഞപ്പോ തപ്പിച്ചിക്കണേട്ടോ. എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ, പിന്നല്ലാണ്ട്. ബുക്കിന് എന്താ വില? 50 രൂപ. ചുമ്മാ ഷോ ആണെന്ന് ഇംഗ്ലീഷ് ബുക്ക് കൊണ്ടിട്ട് ഇവരെന്താ കാണിക്കാൻ? ഓ മറന്ന 100 രൂപ. അവൻ്റെ ഉണ്ടോ അവൻ്റെ പഠിക്കും. അപ്പൊ എനിക്ക് ചേട്ടാ ബുക്കിന്റെ നാളെ തരാട്ടാ. മതി. അതെ ചേട്ടാ, ഞാനാണ് അയ്യപ്പനാണ്. നാളെ രാവിലെ വരാം. ആ എടാ നാളെ എവിടെ പണിയെന്നറിയാമോ? എവിടെ മത്താഴ്ച വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അതല്ലടാ, എവിടെയാണ് പറ. നിന്റെ ടീനയുടെ വീടിന്റെ അപ്പുറത്ത്. കുഞ്ചിന്റെ അതിന്റെ ഓപ്പോസിറ്റാ. ആടാ ഏത് അതും പറഞ്ഞ് നാളെ വെളുപ്പിനെ നാളേക്ക് വീട്ടിൽ വരില്ലട്ടാ. എന്താന്ന് വെച്ചാ പറഞ്ഞോ ചേട്ടാ. ശരി. എന്റെ വീണ്ടും പിള്ളേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊടുത്തോളാം. അതിനോട് ഞാൻ അധ്വാനിക്കണം. നാളെ ഞാൻ വെട്ടൂല, ഞാൻ മുടി വെട്ടിയിട്ട് ഇവിടുന്ന് ചോറോടാ. ഞാൻ നിൽക്കൂല. നീ എവിടം വരെ ഓടാനാണ്? എന്താണ് രാവിലെ പ്രശ്നം? എന്താണ് മുടി നോക്കിയേ, വേഷം കെട്ടി നടക്കണവൻ. ചേട്ടൻ നമ്മുടെ ഫ്രീക്കനല്ലേ? മറ്റേ ടീംസിനോടാണ് ഞാൻ പറഞ്ഞത്. നീ പോടാ വിശാസേ. വല്ല ആവശ്യണ്ടേ? എന്നാ വിട്ടോ ഒന്ന് തിങ്ങേട്ടാ. മാറിക്കട ഈയാക്ക് മുടിയുണ്ട. നീ വീട്ടിലേക്ക് തന്നെയല്ലേ വന്നത്? കിടന്നുറങ്ങുമ്പോ ഞാൻ വെട്ടോടാ നിന്റെ മുടി. കൊഴുവേ കൈ വെച്ചോ.
അതവിടെ കളിയാടുന്നോണ്ടിരിക്കുകയാണ്. കിച്ചൻ ആൻഡ് ടീംസ് കൊഴിവയുടെ കൈത ലക്ഷ്യം വെച്ച് അടിക്കാൻ പോവുകയാണ്. അയ്യപ്പനിലോട്ട് പോവാം. അയ്യപ്പോ ഇതാണ് കല്യാണ ശേഷം യുവാക്കളിൽ രൂപപ്പെടുന്ന പ്രത്യേകതരം കുടവയർ, ബംഗാളി കുടവയർ. അതാ പണ്ടാരത്തുരത്തിലെ കുടിവെള്ളം ക്ഷാമം മാറ്റാൻ നമ്മുടെ മുത്ത് ശ്രീമാൻ ഗോവിന്ദൻകുട്ടി ഒരു മാന്ത്രിക കുടായ്പ മിഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് നോക്കടാപ്പാ. ഒന്ന് പോയടാപ്പാ. ശരി ശരി. യൂട്യൂബിലിട്ട് വൈറലാക്കുക. ഇതാണ് നമ്മുടെ പണ്ടാരത്തുരത്തിലെ പരദൂഷണ കമ്മിറ്റി. ഇവരൊന്ന് സൂക്ഷിക്കണം കേട്ടാ. പറഞ്ഞിട്ട് പോലും ഒരു സ്ഥലത്തോട്ട് പോരുമ്പത്തേനും നിനക്കൊന്ന് പറഞ്ഞിട്ട് വന്നാൽ എന്താടാ പറയാ? ഞാൻ അതിനമ്മേനെ കണ്ടില്ലല്ലോ. എല്ലാരും ഒന്ന് പൊസിഷനിലേക്കടാ. അയ്യപ്പോ എന്തോ ഇവന്റെ മണ്ടത്തരം നോക്കണ. മച്ചാൻസ് സംഭവം റെഡി. വിളിക്കട റോമക്കാരെ. കർത്താവ് വെള്ളം വീഞ്ഞാക്കിയെങ്കിൽ ഇവിടെ പുഴവെള്ളം കുടിവെള്ളാക്കാൻ പോണേന്. കണ്ടോ? അതൊന്ന് ചേഞ്ച് ചെയ്ത് ബീറാക്കാൻ പറയില്ലേ? നാട്ടുകാരെ ഓടി വരൂ, അത്ഭുതം അത്ഭുതം. കളിയാക്കൊന്നും വേണ്ടടാ. ഇപ്പൊ കാണിച്ചു തരാം, നോക്കോ നീ. കോട്ടി എന്ത് സാധനോടെ ഉണ്ടാക്കണ? ഇപ്പൊ കാണിച്ചു തരാട്ടാ. ഇപ്പൊ സംഭവം റെഡി ആക്കി തരാം. ശ്രദ്ധിച്ചു. 1 2 കിച്ചനെ ഒരു ബക്കറ്റ് പുഴവെള്ളം എടുത്തോണ്ടോടാ. ചേച്ചി ഇപ്പൊ കണ്ടോട്ടാ ഗോട്ടിയുടെ മാജിക്ക്. വെള്ളം കൊണ്ട് എന്ത് ചെയ്യാനാ? ആർക്കറിയാം. അപ്പി വെള്ളമല്ലേ, ഞാൻ ഉണ്ടാകാതിരുന്ന മതിയായിരുന്നു. എല്ലാരും കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണോട്ടാ. കുറച്ച് ടൈം എടുക്കുള്ളൂ. താ വേണ്ടോ? താൻ പൊക്കോ. പാട്ടൊന്നും ഡാൻസ് കളിക്കാം. റെഡി? 5 6 7 ഗോ. ഈ ബദൂരിക്ക് പ്രാന്താടാ. ഇപ്പഴെങ്ങാനാവോ? ഇപ്പൊ ഒരു ചേച്ചി വെയില് വന്നില്ല. ചെടുത്ത് ഞാൻ പോണു. എനിക്ക് കുറെ പണിയുണ്ട്. നിനക്ക് തിന്നാനും കുടിക്കാനൊന്നും വേണ്ടേ? അതൊക്കെ വന്നിട്ടാ ഒന്ന് പൊയ്ക്കണ്ടേ, ഞാൻ വന്നോളാം. നമുക്കും പോയാലോ? അവിടെ ഇരിക്കണ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ചേച്ചി പോട്ടെ, പണിയുണ്ട്. അവന്റെ ഒരു കണ്ടുപിടുത്തം. എന്തേ നോക്കിക്കണമെന്ന് മാറുന്നുള്ളൂ. താ ഇവിടെ വന്നിട്ടാണ് വരാത്തത്. വല്ലോ നടക്കോ? ഓഫ് ചെയ്യണത് തല്ലിപ്പൊടിച്ച് കളയൂട്ടാ. അയ്യപ്പ എടാ സാഹിബേ, ഒരു ഗ്ലാസ് എടുത്തിട്ട് വന്നേ. ഇതാണ് നിന്റെ പുതിയ കണ്ടുപിടുത്തം. അപ്പൊ ഈ കരയിൽ വെള്ളത്തിന് ശാപം കാണുമല്ല. നീ വാ തുറന്ന നിന്റെ തലയിടിച്ച് വിളിക്കും കീടമേ. ഒക്കെ നടന്നു. ഈ ഊളനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. എന്ത് ഊളനല്ലേ അവന്മാർക്ക് പ്രാന്താടാ. അയ്യപ്പ ഇത് കണ്ടാ നീ? കൊള്ളാട്ടാ. നീരാണ്. കുടിച്ചോ. ഞാനിപ്പോ വെള്ളം കുടിച്ചോളൂ. ഇങ്ങോട്ട് തരാ. അല്ല ഉമ്മതേ എന്നടാ വേണ്ടേ? അവനാ അയ്യപ്പ എന്താ സംഭവം എന്ന് പറയാ നിനക്ക്? ഈ വെയിലിന്റെ ചൂടത്ത് ഈ കലത്തിലുള്ള പുഴവെള്ളം ആവിയായിട്ട് ഗ്ലാസ്സിൽ പറ്റി ഒഴുകി പൈപ്പിലെത്തിയത് ഈ ട്യൂബിലൂടെ ഊർന്നിറങ്ങി വരുന്ന തെളി നീരാണ്. നല്ല ശുദ്ധ ജലമാണ്. പോടാപ്പാ. അമ്മമ്മക്ക് ദാഹിക്കുന്നുണ്ട്. കൊടുത്തേ. എടാ ഇങ്ങോട്ട് താടാ, ഞാൻ കുടിച്ചു കാണിക്കാടാ. അമ്മയ്ക്ക് വേണോ? അല്ലടാ ഞാൻ തന്നെ കുടിച്ചോ.
നല്ലവളാണ്. ആണോ? നല്ലവളാണ്. ഞാൻ പറഞ്ഞില്ലേ. 1/2 കിലോ മൈദ, 1 കിലോ പഞ്ചസാര.